ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ 5ാമത്തെ ചാപ്റ്റർ കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെല്ലാ ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അതും നമ്മളിതിൽ ചെയ്യുന്നതായിരിക്കും. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളിതിൽ ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഒരുപാട് ലെങ്തി ആവും, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ്, സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും എന്നാണ് കേട്ടോ മലയാളം അതിൽ വരിക. ഇവിടെ ആദ്യം തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുക്കാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ ആ ബുക്കിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. വാട്ട് ആർ ദ ഡൈവേഴ്സിറ്റീസ് മെൻഷൻ ഹിയർ? എന്തൊക്കെ ഡൈവേഴ്സിറ്റീസ്, എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ നോക്കാം. ലാംഗ്വേജ്, ട്രഡീഷൻസ്, റീജിയണൽ കൾച്ചർ, festivals and music, dance forms, colors, vibrancy. ഇനി നമുക്ക് അടുത്ത് തന്നിരിക്കുന്നത് മിലേ സുർ മേരാ തുമാര തോ സുർ ബനി ഹമാര എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്യൂ ലൈൻസ് തന്നിട്ടുണ്ട്. ദീസ് ആർ എ ഫ്യൂ ലൈൻസ് ഓഫ് ദ സോങ് ബിഗിനിങ് വിത്ത് മിലേ സുർ മേര വിച്ച് വാസ് കമ്പോസ്ഡ് ഇൻ 1988 ടു സ്ട്രെങ്തൻ ദ നാഷണൽ യൂണിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ യൂണിറ്റി, ഐക്യദാർഢ്യം അല്ലെങ്കിൽ അത് ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1988 കമ്പോസ് ചെയ്തതാണിത്. ഈ സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് കമ്പോസ് ഓഫ് ലിറിക്സ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഒരുപാട് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ നിന്നുള്ള ലിറിക്സ് എടുത്തിട്ടാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് കൺസെപ്റ്റ് കേട്ടോ. എന്താ കൺസെപ്റ്റ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. Just as different rivers merge into a single ocean when diverse people, cultures and ideas come together. അതായത് വ്യത്യസ്തമായിട്ടുള്ള നദികളെല്ലാം കൂടി ഒഴുകി വന്ന് ഒരു കടൽ അല്ലെങ്കിൽ ഒരു സമുദ്രമായി മാറുന്നത് പോലെയാണ് ഇന്ത്യയിലും അല്ലേ. ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ 28 സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ 28 സ്റ്റേറ്റ്സിലെ ആളുകൾ ഒരേപോലെ അല്ല, വസ്ത്രധാരണം ഒരുപോലെയല്ല, സംസാരിക്കുന്ന ഭാഷ ഒരുപോലെയല്ല അല്ലെ, ഫെസ്റ്റിവൽസ് ഒരുപോലെയല്ല, എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യസ്തമായ എല്ലാവരും പക്ഷെ എവിടെയാണ്? ഇന്ത്യയിലാണ് അല്ലേ. അതുപോലെയാണ് ഈ പറയുന്നത്. And they create a beautiful unity which reflects a message of this song. This unity is important not only at the individual level but also at the societal level. നെക്സ്റ്റ് എൻ്റെ സുന്ദര കേരളം എന്ന് പറഞ്ഞ കേരളപ്പിറവി ഡേയുടെ പ്രിപ്പയർ ചെയ്ത ഒരു ബ്രോഷർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളതാണ് റിതി ഈസ് എ മെമ്പർ ഓഫ് എ രാജസ്ഥാനി ഫാമിലി വിച്ച് കെയിം ടു കേരള ഫോർ വർക്ക് ആൻഡ് സെറ്റിൽഡ് ഹിയർ. റിതി രാജസ്ഥാനി ഫാമിലി എന്നുള്ള ഒരു കുട്ടിയാണ്. അവർ ജോലിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നു, അവളുടെ ഫാമിലി, എന്നിട്ട് ഇവിടെ സെറ്റിലായി. ഇപ്പോൾ അവളിവിടെ ഗവൺമെൻറ് UP സ്കൂൾ ചോലവനത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് രാജസ്ഥാനി കൾച്ചറും കേരള കൾച്ചറും തമ്മിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ആദ്യ ചോദ്യം, വാട്ട് ഓൾ സിമിലർ ഫീച്ചേഴ്സ് ആർ ദർ ബിറ്റ്വീൻ ദ ഓണം ഫെസ്റ്റിവൽ ഇൻ കേരള ആൻഡ് ദ തീജ് ഫെസ്റ്റിവൽ ഇൻ രാജസ്ഥാൻ? അപ്പോൾ രാജസ്ഥാനിലെ ഫെസ്റ്റിവലാണ് തീജ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ, കേരളത്തിലെ ഫെസ്റ്റിവലാണ് ഓണം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഒരേപോലുള്ള ഫീച്ചേഴ്സ് എന്നാണ് ഉത്തരം. സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് ചിങ്ങം, പിന്നെ ഊഞ്ഞാല് സ്വിങ്സ് കെട്ടും, ന്യൂ ക്ലോത്ത്സ്, സ്വീറ്റ്സ് ആൻഡ് ഫീസ്റ്റിംഗ്. ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ രാജസ്ഥാൻ ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം കേരള? കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജസ്ഥാനിൽ കാണുന്ന ഫീച്ചേഴ്സാണ് ടർബൻസ് ആൻഡ് കോട്ട്സ് ഫോർ മെൻ, പുഷ്കർ മേള ആൻഡ് ഗജമേള, സ്കേർട്സ്, ചോളീസ് ആൻഡ് സാരീസ് ഫോർ വിമൺ. നെക്സ്റ്റ് ഓക്കെ, ഇപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം കേട്ടോ. അവിടെ ഞാൻ എഴുതിയതല്ലാണ്ട് ഒരു ചെറിയ വ്യത്യാസം ഇതിലുണ്ട്. ഇതും അതിൻ്റെ ഉത്തരം തന്നെയാണ്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഓണം ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മലയാളം മന്ത് ഓഫ് ചിങ്ങം, വെൽ തീജ് ഫോൾസ് ഇൻ ദ മന്ത് ഓഫ് ശ്രാവണ വിച്ച് ഇസ് ഇക്വാലന്റ് ടു ചിങ്ങം. ലൈക്ക് ഓണം, swinging, wearing new clothes and making sweets, feasting at relatives' houses can also be seen here.
അടുത്തത് വ്യത്യസ്തമായിട്ടുള്ളത് ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ രാജസ്ഥാൻ ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം കേരള. രാജസ്ഥാൻസ് ഫെസ്റ്റിവൽ ആർ ഫുൾ ഓഫ് കളർ, മ്യൂസിക് ആൻഡ് ഡെസേർട്ട് ട്രഡീഷൻസ്. They celebrate Pushkar Mela and Gajamela. On such occasions, men wear turbans and coats, women wear skirts, cholis and saris. അവിടെ പറഞ്ഞ തന്നെയാണ് ഇവിടെ പറയുന്നത്, ജസ്റ്റ് എടുത്ത് വേറെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് മൈ പ്ലേസ്, നിങ്ങളുടെ പ്ലേസ് ഏതാണ്, അവിടുത്തെ ഫുഡ്, ക്ലോത്തിങ്, ലാംഗ്വേജ്, ഫെസ്റ്റിവൽ, എൻ്റർടൈൻമെൻറ്റ്, മോണമെൻറ്റ്സ്, ഇത്രയും നിങ്ങൾ എഴുതണം. ഞാൻ എൻ്റെ ജില്ലയായ പാലക്കാട് ജില്ലയിൽ വെച്ചിട്ടാണ് എഴുതുന്നത്. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എഴുതാം കേട്ടോ. ഫുഡ് സദ്യ, പുട്ട്, അപ്പം നമ്മുടെ കേരളത്തിലെല്ലാം ഉള്ളതാണ്, എന്നാലും എഴുതിയെന്നേ ഉള്ളൂ. ക്ലോത്തിങ് ആണ് ധോത്തി, സാരി, ഷർട്ട്, മുണ്ടൊക്കെ എഴുതാം. ലാംഗ്വേജ് മലയാളം, ഫെസ്റ്റിവൽ എന്താ ഓണം, വിഷു, ബക്രീദ്, ക്രിസ്മസ് ഒക്കെ എഴുതാം കേട്ടോ. എൻ്റർടൈൻമെൻറ്റ് ഒപ്പന, തിരുവാതിരക്കളി, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ് അതൊക്കെ എഴുതാം. മോണമെൻറ്റ്സ്, പാലക്കാട് ഫോർട്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണ്ടത് വാട്ട് ഇസ് കൾച്ചർ, എന്താണ് സംസ്കാരം എന്നുള്ളതിൻ്റെ ചോദ്യവും ഉത്തരവും തന്നിട്ടുണ്ട്, നമുക്ക് വേണം. വാട്ട് ഇസ് കൾച്ചർ? അവർ കൾച്ചർ ഈസ് ഫോംഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് അവർ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ലാംഗ്വേജ്. ദ വേ വി തിങ്ക് ആൻഡ് ആക്ട് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് കൾച്ചർ. Culture is something we inherit traditionally as members of society. All the achievements of humanity can be termed as culture. എന്താണ് നമ്മുടെ സംസ്കാരം? നമ്മുടെ ഫുഡ്, ക്ലോത്തിങ്, ലാംഗ്വേജ്, ഇതെല്ലാം കൂടി ചേർന്നത് തന്നെയാണ് സംസ്കാരം. ഓക്കെ, നമ്മളെങ്ങനെ തിങ്ക് ചെയ്യണു എന്നുള്ളതടക്കം കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മളൊരു സംസ്കാരം ഫോളോ ചെയ്ത് വരുന്നത് കേട്ടോ. അതിന് ആൻസറായിട്ട് ഇത് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സോഷ്യലൈസേഷൻ എന്താണെന്നുള്ളതാണ്. സോഷ്യലൈസേഷൻ വേണം. സോഷ്യലൈസേഷൻ സാമൂഹ്യവൽക്കരണം എന്നാണ് മലയാളം. സോഷ്യലൈസേഷൻ ഈസ് ദ ലേണിംഗ് പ്രോസസ് ത്രൂ വിച്ച് വി ലേൺ ഹൗ ടു ബിഹേവ് ആൻഡ് ഇൻട്രാക്ട് വിത്തിൻ ദ സൊസൈറ്റി വി ലീവ് ഇൻ. എന്താ സോഷ്യലൈസേഷൻ എന്ന് പറയുക? നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഈ സമൂഹത്തിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ട് നമ്മളുടെ. നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതൊന്നും അറിയില്ലല്ലോ. പതുക്കെ പതുക്കെ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിച്ചിട്ടാണ് എങ്ങനെയൊക്കെയാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടത്, എങ്ങനെ നന്നായി പെരുമാറാന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. അല്ലെ, ആ ലേണിംഗ് പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ബിഗിൻസ് അറ്റ് ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് അവർ ലൈഫ്. നമ്മൾ ജനനം മുതൽ അത് തുടങ്ങുന്നു, പിന്നെ ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മളതെല്ലാം പഠിച്ചാണ് പോകുന്നത്. അപ്പോൾ ഫാമിലി, എഡ്യൂക്കേഷൻ, പിയേഴ്സ്, മീഡിയ ആൻഡ് സോ ഓൺ ആർ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സോഷ്യലൈസേഷൻ പ്രോസസ്. നെക്സ്റ്റ് നമുക്ക് മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും എന്താണെന്ന് വേണം. മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ മെറ്റീരിയലിലും, അല്ലാത്തത് നോൺ മെറ്റീരിയൽ കമ്പോണൻസുമാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഉണ്ട് ഫുഡ്, ക്ലോത്തിങ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം എന്തിൽ വരുന്നതാണ്? ടാൻജിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ സാധിക്കുന്നത്, കാണാൻ സാധിക്കുന്നത്, അതെല്ലാം മെറ്റീരിയൽ കൾച്ചറാണ്. അല്ലാത്തത് ബിലീഫ്, തോട്ട്സ്, ഐഡിയാസ്, ഇതെല്ലാം ഇൻവിസിബിൾ ആണ്, കാണാൻ സാധിക്കില്ല, ഇൻടാൻജിബിൾ ആണ്, നോൺ മെറ്റീരിയൽ കൾച്ചറാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നതിന് നമുക്ക് ബോക്സ് ആക്കണം. അതുകൂടാതെ അടുത്ത ഒരു കോൺസെപ്റ്റ് മാപ്പ് ഉണ്ട്, അതും ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത് ഷർട്ട്, ബുക്ക്, യൂട്ടൻസിൽസ്, ഹൗസ്, ബാഗ്, വാഷ്, ഫോൺ, സ്പേഡ് എല്ലാം വരും. നോൺ മെറ്റീരിയൽ മലയാളം, റിലീജിയസ് ബിലീഫ്, ലവ്, റെസ്പെക്ട്, നോളേജ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് കൾച്ചറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ കുറച്ച് ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നോട്ട്സ് ഉണ്ടാക്കണം, അത് നോക്കാം. Culture is made up of many components that show how people live and express themselves. Beliefs show how communities think, while art and festivals bring joy and togetherness. People share their language, follow traditions, perform rituals, and show kindness through their behavior. Symbols, food, art, and dress all help tell the story of who they are and what they value. Next നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയിൽ വെറൈറ്റി ഓഫ് റിലീജിയൻസ്, കാസ്റ്റ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എല്ലാം ഉണ്ട് അല്ലേ. ഈച്ച് വൺ ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ് ട്രഡീഷൻസ് ആൻഡ് കൾച്ചർ. എല്ലാവർക്കും വ്യത്യസ്തമായ ട്രഡീഷൻസ്, ആചാരങ്ങളും സംസ്കാരങ്ങളും ഉണ്ട്. ഇനി നമുക്ക് അതിലൊരു കറൻസി നോട്ട് തന്നിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസർ നമുക്ക് നോക്കണം. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ലാംഗ്വേജസ് ആർ പ്രിൻറ്റഡ് ഓൺ കറൻസി ഓൺ അവർ കറൻസി നോട്ട്. നമ്മുടെ നോട്ട്, കറൻസി നോട്ട്, നമ്മുടെ രൂപയുടെ നോട്ട് ഉണ്ടല്ലോ, അതിൽ എത്ര ഭാഷകളിലാണ് കറൻസിയുടെ മൂല്യം പ്രിന്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. ആൻസർ 17 ആണ്. 17 എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 15 ഇന്ത്യൻ ലാംഗ്വേജസും
പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതിൽ പ്രിന്റഡ് ആണ്. അപ്പോൾ 17 ഭാഷകളാണ്. അടുത്തത് എൻക്വയർ അബൌട്ട് വിച്ച് ലാംഗ്വേജസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതൊക്കെ ഭാഷകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? 22 ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 17 ലാംഗ്വേജസ്. ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ, ദർ ആർ 17 ലാംഗ്വേജസ് റിട്ടൺ ഓൺ ദ കറൻസി നോട്ട്സ്. ഇന്ത്യൻ കറൻസി നോട്ട്സ് ഫീച്ചർ 15 ലാംഗ്വേജസ് ഇൻ ദ ലാംഗ്വേജ് പാനൽ ഓൺ ദ റിവേഴ്സ് സൈഡ്. നോട്ടിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇൻ അഡീഷൻ ടു ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഓൺ ദ ഫ്രണ്ട്, ഹിയർ ആർ ദ 15 ലാംഗ്വേജസ് പ്രിന്റഡ് ഇൻ ദ പാനൽ. ഇംഗ്ലീഷും ഹിന്ദിയും കൂടാതെ ഈ 15 കൂടെ ഉണ്ട്. അപ്പോൾ മൊത്തം 17 ആണ്. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, തമിഴ്, തെലുഗു, ഉറുദു. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജസ്. ദർ ആർ 22 ലാംഗ്വേജസ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ 22 ലാംഗ്വേജസിൻ്റെ പേര് ഞാൻ പറയാം. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, സിന്ധി, തമിഴ്, തെലുഗു, ഉറുദു, ബോഡോ, സാന്താളി, മൈഥിലി, ഡോഗ്രി. 22 ലാംഗ്വേജസ്. ഇനി നമുക്കുള്ളത് കൾച്ചറിൻ്റെ ഫീച്ചേഴ്സാണ്. ആദ്യത്തെ ഫീച്ചർ കൾച്ചർ ഈസ് ലേൺഡ് ആണ്. അതിൽ അവരൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് മെയ്ഡ് ഫോർ ദ ഓണം സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് ആൻസർ നോക്കാം. ക്ലീനിങ് ദ ഹോം, മേക്കിംഗ് പൂക്കളം, ബൈയിങ് ന്യൂ ക്ലോത്ത്സ് ഓണക്കോടി, സ്വിംഗ് വിൽ ബി സെറ്റപ്പ്, കുക്കിംഗ് ദ സദ്യ. അടുത്തത്, ഫ്രം വേർ ഡിഡ് യു ലേൺ ഓൾ ദീസ് തിങ്സ്. നമ്മളിതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? വി ലേൺ ദിസ് ഫ്രം അവർ ഫാമിലി ആൻഡ് സൊസൈറ്റി. ഇതാണ് ആൻസർ കേട്ടോ, നമ്മുടെ ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും. അടുത്തത്, വാട്ട് ആർ സം ഓഫ് അതർ പ്രാക്ടീസസ് യു ആർ. ഇതിനു മുമ്പ് നമുക്കിവിടെ ഒരു കാര്യം വേണം. എന്താണ് എൻകൾച്ചറേഷൻ എന്നുള്ളത് വേണം. അതായത് എൻകൾച്ചറേഷൻ ഈസ് എൻ ഇൻഡിവിജ്വൽസ് ലേണിംഗ് ആൻഡ് ഹാബിച്വലൈസിങ് ദെയർ ഓൺ കൾച്ചർ. നമ്മുടെ സംസ്കാരം നമ്മൾ ശീലമാക്കുന്നതും പഠിക്കുന്നതുമാണ് എൻകൾച്ചറേഷൻ പറയുന്നത്. നമ്മളൊരു സമൂഹത്തിലായിരിക്കും ജീവിക്കുക, പക്ഷെ അവിടുത്തെ സംസ്കാരം, അവിടുത്തെ കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ പതുക്കെ അത് ലേൺ ചെയ്യണു, നമ്മളത് ശീലമാക്കുന്നു. അതിനെയാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുക കേട്ടോ. ഇനി നമുക്ക് വാട്ട് ആർ സം ഓഫ് കൾച്ചറൽ പ്രാക്ടീസസ് യു ഹാവ് ലേൺഡ്. നമ്മൾ പഠിച്ച കൾച്ചറൽ പ്രാക്ടീസസ് എന്തൊക്കെയെന്നുള്ളതാണ് ആൻസർ നോക്കാം. സ്റ്റാൻഡിങ് അപ്പ് ഡ്യൂറിങ് ദ നാഷണൽ ആന്തം. നമ്മുടെ നാഷണൽ ആന്തം പാടുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ റെസ്പെക്റ്റ് കാട്ടാൻ. നെക്സ്റ്റ്, ഫോളോവിങ് ക്യൂസ് ഇൻ ക്രൗഡഡ് പ്ലേസസ്, റെസ്പെക്ടിങ് എൽഡേഴ്സ്, ഗിവിങ് സീറ്റ്സ് ടു എൽഡേഴ്സ് ഓൺ ദ ബസ്, ഹെൽപ്പിംഗ് അതേഴ്സ്, ഈറ്റിംഗ് ഹാബിറ്റ്സ്. അടുത്തത്, കൾച്ചർ ഈസ് ഷെയർഡ് ആണ്. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഓണം ഫീസ്റ്റ്. ആൻസർ, people from all sections of society sit together and have food. The same dishes and the same taste are shared. The shared food culture and tradition, it fosters a sense of unity and social participation. People come together and celebrate with love and friendship. അടുത്തത്, കൾച്ചർ ഈസ് സിംബോളിക് ആണ്. വാട്ട് ഓൾ സിമ്പിൾസ് ഡു യു നോ ദാറ്റ് റെപ്രസെൻ്റ് അവർ നാഷണലിസം. നാഷണലിസത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾസ് നാഷണൽ ആന്തം, നാഷണൽ എംബ്ലം, നാഷണൽ ഫ്ലാഗ്, നാഷണൽ ബേർഡ്, നാഷണൽ ആനിമൽ. നെക്സ്റ്റ് വരുന്നത് കൾച്ചർ ഈസ് ഡൈനാമിക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ കൾച്ചറിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ആദ്യം നോക്കുക, ഹെഡിങ് മാത്രം നോക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് പണ്ടത്തെ കല്യാണങ്ങളും ഇപ്പോഴത്തെ കല്യാണങ്ങളും തമ്മിൽ വ്യത്യാസമാണ് കൾച്ചർ ഈസ് ഡൈനാമിക്കിൽ തന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കല്യാണങ്ങളിൽ എന്തൊക്കെയാണ് പ്രത്യേകത നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ചേഞ്ചസ് ഇൻ മാരേജ് സെറിമണി, ഇപ്പോഴത്തെ കല്യാണങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലേ. വാട്ട് ആർ ദേ ആണ് നമുക്ക് നോക്കാം. ഇവൻറ്റ് മാനേജ്മെൻറ്റ്, വെഡ്ഡിങ് ഇൻവിറ്റേഷൻ, മാരേജ് റിസപ്ഷൻ, വെഡ്ഡിങ് ഫീസ്റ്റ്, സേവ് ദി ഡേറ്റ്, ഹൽദി, മെഹന്തി, വീഡിയോഗ്രഫി, സെറിമോണീസ്, വെഡ്ഡിങ് വെന്യൂ. ഇന്നത്തെ കല്യാണങ്ങളിൽ വന്ന ചേഞ്ചസ് ആണ്. വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ മാരേജ് സെറിമണീസ് ആണ്. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇത് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ആണ്. Does the development of new media influence food and clothing that are part of our culture എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത്
Yes, the rise of new media has greatly influenced our food and clothing culture. Social media platforms popularize trendy dishes and fusion recipes, making certain foods go viral in a matter of hours. Fashion influencers and online stores shapes what people wear by showcasing styles from around the world. This digital exposure blends traditional and modern choices, creating a more global and dynamic cultural identity. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണല്ലോ ഇപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത് അല്ലേ? ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്, പല പേജസിലൂടെയാണ് പലരും പലതും വാങ്ങിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ ഫുഡിൻ്റെ കാര്യങ്ങളായാൽ പോലും നമ്മൾ അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ കണ്ടിട്ടാണ്. ഇന്ന സ്ഥലത്ത് ഇന്ന ഫുഡുണ്ട്, അത് വൈറലാകുന്നു, ആ ഫുഡ് ഐറ്റം വൈറലാകുന്നു, എല്ലാവരും അവിടെ പോയി കഴിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ പുതിയ മീഡിയയുടെ വളർച്ച എത്രത്തോളം നമ്മുടെ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ചോദ്യം. ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? അടുത്തത് കൾച്ചർ ഈസ് കസ്റ്റമറി ആണ്. തെയ്യത്തിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചോദ്യം, തെയ്യവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റംസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദേ ആണ്. അതിൻ്റെ ആൻസർ നോക്കാം. ഷെഡ്യൂളിംഗ് ദ ഡേറ്റ്, കോലക്കാരൻ, അടയാളം കൊടുക്കൽ, വ്രതം. ഇനി നമുക്ക് പടയണിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ബൈ ഐഡൻറ്റിഫൈങ് ടു വിച്ച് കൾച്ചറൽ ഫീച്ചർ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ് ആർ റിലേറ്റഡ് ടു. അപ്പോൾ കസ്റ്റം ഓഫ് പടയണി ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം ആൻസർ. കസ്റ്റം ഓഫ് പടയണി കസ്റ്റമറിയുമായിട്ടാണ്, അതിൽ ഇതുമായിട്ടാണ്. അടുത്തത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഡൈനാമിക് ആണ്. അത്തപ്പൂക്കളം ലേൺഡ് ആണ്. വൈറ്റ് സിഗ്നിഫൈങ് പീസ് സിംബോളിക് ആണ്. ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഹാവിങ് ഓണം ഫീസ്റ്റ് ടുഗെദർ ഷെയർഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കൾച്ചറൽ ചേഞ്ചസ് എന്നൊരു ടോപ്പിക് ഉണ്ട്. കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. കൾച്ചറൽ ചേഞ്ചസ് ആദ്യം പറയാം. കൾച്ചറൽ ചേഞ്ചസ് മീൻസ് ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ബോത്ത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ അക്രോസ് ടൈം. ഇത് പഠിക്കുക. കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, കൾച്ചറൽ ഡിഫ്യൂഷൻ കൾച്ചറിൻ്റെ സാംസ്കാരിക വ്യാപനമാണ് കേട്ടോ. കൾച്ചറൽ ഡിഫ്യൂഷൻ റെഫേഴ്സ് ടു ദ സ്പ്രെഡ് ഓഫ് യൂണിക് ആസ്പെക്ട്സ് ഓഫ് വൺ കൾച്ചർ ഇൻ ടു അനദർ. ഒരു കൾച്ചർ വേറൊരു കൾച്ചറുമായിട്ട് മിക്സ് ആവുന്നതിനെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് കൾച്ചറേഷൻ എന്താണെന്ന് വേണം. കൾച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് അനദർ കൾച്ചർ ലൈക്ക് ദിസ് ഇസ് അക്കൾച്ചറേഷൻ. നമ്മൾ വേറൊരു കൾച്ചർ പഠിക്കുന്നതിനെയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുക. കൾച്ചറൽ അസിമിലിയേഷൻ ആണ് അടുത്തത്. ഇവിടെ വിനുവിൻ്റെയും ഫാമിലിയുടെയും കാര്യമുണ്ട്. കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തൊരു ഫാമിലിയാണ്. അപ്പോൾ ഇവിടെ ഇതൊരു ചോദ്യമുണ്ട്. യു ഹാവ് റീഡ് അബൌട്ട് വിനൂസ് എക്സ്പീരിയൻസ് ഓഫ് മൂവിങ് ഫ്രം കേരള ടു ഓസ്ട്രേലിയ ഫോർ വർക്ക്. വാട്ട് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ലോക്കൽ കൾച്ചർ ഡിഡ് വിനു ആൻഡ് ഫാമിലി ഹാവ് ടു അക്സെപ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് വിനുവിനും ഫാമിലിയോട് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക? ആൻസർ ഇവിടെ ഉണ്ട്. ക്ലൈമറ്റ്, ലാംഗ്വേജ്, സോഷ്യൽ പ്രാക്ടീസസ്, ഫുഡ് ഹാബിറ്റ്സ്. ഓക്കെ, ഇത്രയും മതി. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. കൾച്ചറൽ ഇന്നോവേഷൻ, കൾച്ചറൽ ചേഞ്ച്. ഇവിടെ നമുക്ക് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ആൻഡ് കൾച്ചറൽ ചേഞ്ചസിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. കൾച്ചറൽ ചേഞ്ച് ഉണ്ടാവാൻ ഇൻറ്റേർണൽ ഫാക്ടർ എന്തൊക്കെയാണ് കാരണമാകുന്നത്? കൾച്ചറൽ ഡിഫ്യൂഷൻ, അക്കൾച്ചറേഷൻ, കൾച്ചറൽ അസിമിലേഷൻ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൾച്ചറൽ ഇന്നോവേഷൻ, എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ഇതിൻ്റെ പാഠത്തിൻ്റെ ലെസൻ്റെ ബാക്കിൽ വരുന്ന ഒരു ആക്ടിവിറ്റി ആണുള്ളത്. നമുക്ക് 5 പോയിന്റ് തന്നിട്ടുണ്ട്. അതിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഏതാണെന്ന് എഴുതിയാൽ മാത്രം മതി. കൾച്ചറൽ ഡിഫ്യൂഷൻ അത് ഈ പോയിന്റ് ആണ്. മലയാളീസ് ഓൾസോ സെലിബ്രേറ്റ് ഹോളി ബൈ സ്പ്ലാഷിംഗ് കളേഴ്സ്. മൂന്നാമത്തെയാണ് അതിൻ്റെ ആൻസർ. അതുകൊണ്ടാണ് ഇവിടെ 3 കൊടുത്തിരിക്കുന്നത്. അക്കൾച്ചറേഷൻ, ഗസ്റ്റ് വർക്കേഴ്സ് സെലിബ്രേറ്റിംഗ് ബോത്ത് ഹോളി ആൻഡ് ഓണം. 5 അതാണ്. കൾച്ചറൽ അസിമിലേഷൻ 4, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് മലയാളീസ് അക്വയറിംഗ് ഫോറിൻ സിറ്റിസൺഷിപ്പ്. അടുത്തത് എൻവയോൺമെൻറ്റൽ ചേഞ്ച് 1-ാമത്തെയാണ്. ഗവൺമെൻറ് ടു ബിൽഡ് ടൗൺഷിപ്പ് ഫോർ ദോസ് ഹു ലോസ് ദെയർ ഹോംസ് ഇൻ നാച്ചുറൽ കലാമിറ്റീസ്. കൾച്ചറൽ ഇന്നോവേഷൻ 2-ാമത്തെയാണ് ആൻസർ ആയിട്ട് വരിക. ഗവൺമെൻറ് സ്കീംസ് ഫോർ കിച്ചൺ റിനോവേഷൻ ഫോർ ഓൾ BPL ഫാമിലീസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്. നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. ഒരുപാട് ഇത് വായിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്ന പറഞ്ഞിട്ടാണ് ആവശ്യമുള്ളത് മാത്രം ടച്ച് ചെയ്ത്, അല്ലെങ്കിൽ ആവശ്യമുള്ള ആൻസർ മാത്രം എഴുതി പോയത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.